ഹലോ വെൽക്കം ടു ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഡ്യൂട്ടി ഒന്നും ഇല്ലാണ്ട് റിലാക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ കളിക്കുന്നത്. കാര്യമായിട്ട് അതിനൊന്നും ഇന്ന് ചെയ്യാനില്ല. രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യത്തെ പണി ബെഡ് മടക്കിക്കുക എന്നുള്ളതാണ്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ചിന്ത ഇന്ന് രാവിലെ എന്ത് കഴിക്കും. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ഉറക്കത്തിന് എണീക്കണതിന്റെ മുന്നേ ഇൻസ്റ്റാമാർട്ടിൽ സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് എണീക്കണ ആ ഒരു കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. ഞാൻ ഓർഡർ ചെയ്താകട്ടെ ഹോസ്റ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ കെലോസിന്റെ മ്യൂസ്ലി അതുപോലെ പാലൊക്കെ. രാവിലെ ഓർഡർ ചെയ്തായതുകൊണ്ട് തന്നെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റോക്ക്. പക്ഷെ റംബൂട്ടാന് 67 രൂപക്ക് ആകെ 5 റംബൂട്ടാനാണ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരെണ്ണത്തിന് തന്നെ 10 രൂപന്റെ മേലെ പോയി പ്രൈസ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസ്ലിൻ കെലോസിന്റെ കോൺഫ്ലേക്സും ഒക്കെ സാധനങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടിയോണ്ട് തന്നെ ഇനി നമുക്കത് മിക്സ് ചെയ്യാനുള്ള പരിപാടിയേ ഉള്ളൂ. അതോടുകൂടി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തേക്കുള്ളതായി. അപ്പൊ ഞാൻ ആ കെലോസിന്റെ മ്യൂസ്ലി പൊട്ടിച്ചൊഴിച്ചു, പിന്നെ അതുപോലെ പാലും ആഡ് ചെയ്തു. ഈ സാധനത്തിൽ മധുരം ഉണ്ടാവൂലേ കരുതിയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തേന്റെ കുപ്പിന്റെ പകുതി അതിൽ ഒഴിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ മധുരം കൊണ്ടും മധുരം ഒരു കയ്യബദ്ധം. പിന്നെ നമ്മള് സ്ഥിരം പരിപാടിയായിട്ടില്ലേ ഫുഡ് കിട്ടിയാ പിന്നെ എന്തേലൊക്കെ വീഡിയോ കണ്ടിട്ട് അതങ്ങനെ തിന്നിരിക്കുക. അങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വിശക്കാനും തുടങ്ങി. ഉച്ചന്റെ നേരമായി. അങ്ങനെ നമ്മൾ തലേന്ന് രാത്രി നമ്മൾ മന്തി വാങ്ങിയിട്ടുണ്ടേനി. അത് നമ്മൾ അതേപോലെ എടുത്ത് വെച്ചീനി. പക്ഷെ ചൂടാക്കിയൊന്നുമില്ല. അതുകൊണ്ട് എന്താ അവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ രാവിലെ ചൂടാക്കി കഴിച്ചു. ഒരു വായ വെച്ചതേ ഓർമ്മയുള്ളൂ. അതേപോലെ തുപ്പിക്കളഞ്ഞു. കാരണം നല്ല പുളി ഉണ്ടേനി സാധനത്തിന്. നമ്മളറിയാതെ കഴിച്ചു പോയി. എന്റെ റൂമിൽ ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടേനി. എനിക്ക് ലീവാണ്, ഓൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി കുട്ടീനെ റെഡിയാക്കി വിടുന്ന വീഡിയോ കാണാം. ആൾക്ക് ഉച്ചക്കാണ് ഡ്യൂട്ടി. ഇന്ന് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞ ഡ്യൂട്ടിക്കൊന്നും പോകാൻ തോന്നൂല. പക്ഷെ എന്ത് ചെയ്യാന്, പോയേ പറ്റൂ. അപ്പൊ ആള് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. ഉച്ചയാണെങ്കിലും പുറത്തത്തെ കാലാവസ്ഥ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. മഴയല്ല വെയിലല്ല, ഒരു മൂടി കെട്ടിയ കാലാവസ്ഥ. പക്ഷെ ടപ്പേന്ന് പറഞ്ഞ പോലെയാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറിയത്. ചെറിയൊരു കാറ്റിക്കൂടെ തുടങ്ങിയിട്ട് പിന്നെ നല്ല ആർത്ത് മഴ പെയ്ത രീതിക്കായി. സത്യത്തിൽ ഈ മഴന്റെ ഈ പെയ്യല് കണ്ടിട്ടുണ്ടല്ലോ, ഡ്യൂട്ടിക്കൊന്നും പോകാൻ ആർക്കും തോന്നൂല കേട്ടോ. ഒട്ടും കുറ്റം പറയാൻ പറ്റൂല ഇവർക്ക് ഈ ഡ്യൂട്ടിയിലെ ആൾക്കാർ. മഴ കണ്ടെന്ന് സമയം പോയതാൽ അത് പെട്ടെന്ന് തട്ടിക്കൂട്ട് കെലോസ് ഉണ്ടാക്കിയിട്ട് ആള് ഫുഡൊക്കെ കഴിച്ച് വേഗം പോവാൻ നോക്കി. മഴ എന്തായാലും പുറത്ത് നല്ല തിമിർത്ത് പെയ്യുണ്ട്. അമ്മക്കൊരു ചായ മാഗി ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ രാവിലെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡബിൾ മസാല മാഗി ഉണ്ട് കേട്ടോ. അതായത് ഇതിൽ 2 മസാല ഉണ്ടാവും. എനിക്ക് എപ്പോഴും മസാല കുറച്ച് കൂടുതൽ ഇട്ടെങ്കിലേ ഉള്ളൂ. എന്റെ ഷോർട്സിൽ മിക്കവാറും ആൾക്കാർക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റും കൂടുതൽ മാഗി ഐറ്റംസ് ആണ് ഉള്ളത്. കാരണം മഴ പെയ്താൽ ഞാൻ മാഗി കഴിക്കും. അതെന്തറിയില്ല, അതൊരു സ്കീമായി പോയി. അങ്ങനെ നമ്മളെ മാഗിയും പുറത്തത്തെ മഴയും. അരെ വാ, മാഗി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്റെ ടേബിൾ ആകെ പ്ലാസ്റ്റിക്കും കുപ്പിയും പാട്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ വൃത്തിയേടേനി. നമുക്ക് ഇനി അത് റെഡിയാക്കാം. ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുവിധം റെഡിയായി. ഇനി നമുക്ക് കുളിക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് സ്കിൻ കെയർ ചെയ്യാന്ന് കരുതി. എന്റെ കയ്യിൽ കുറച്ച് കോഫി പൗഡർ ഉണ്ടായിന്, അതുപോലെ പാലും ഉണ്ട്, പിന്നെ പഞ്ചസാര കയ്യാറായിട്ടുണ്ട്. എന്നാലും നമ്മൾ തട്ടിക്കൂട്ടി അത് ഇട്ടിക്കണം. ഇതുകൊണ്ട് നമ്മളൊരു സ്ക്രബ് പോലെ ആയിട്ട് ഉണ്ടാക്കാൻ. പഞ്ചസാര എല്ലാം കൂടെ കട്ട കുത്തിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായതുകൊണ്ട് അത് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഉടച്ച് എന്നിട്ട് ഞാൻ ഇതൊരു സ്ക്രബ് ആക്കിയിട്ട് ഇങ്ങനെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അടുത്തതായിട്ടുള്ള പാല് കുറെ ബാക്കിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതാണ്. പിന്നെ ഓട്സും കുറെ പലചരക്ക് സാധനങ്ങൾ കുറച്ച് നേരത്തെ വാങ്ങിച്ച് ചെലവാകാതെ പോലെ സ്കിൻ കെയർ ചെയ്തിട്ടെങ്കിലാണ് മുതലാക്കായിരുതി. അപ്പൊ അടുത്തത് ഇന്റെ ഒരു ഇതിൽ ഇതൊരു ഫേസ് പാക്ക് ആട്ടോ. ശരിക്കൊരു ഫേസ് പാക്ക് ആണെന്ന് തമ്പുരാനറിയാം. അപ്പൊ മഞ്ഞപ്പൊടി ഉണ്ടേനി. ഇമ്മ ജലദോഷം ഒന്നും കുടിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചൂടുവെള്ളത്തിൽ
കുടിച്ചാൻ പറഞ്ഞത് ഇനി പക്ഷെ സ്കിൻ കെയർ ഒക്കെ നടക്കുന്നുണ്ട്, ചൂടുവെള്ളത്തിലുള്ള കൂടിയൊന്നും നടക്കണില്ല. ഇനി കുറച്ച് വെടുപ്പിലും വൃത്തിയിലും വരാം. നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഫുഡ് കഴിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് ഫുഡ് കഴിക്കുക, കുറച്ചു നേരം TV കാണുക, ഫുഡ് കഴിക്കുക, വീണ്ടും എന്തെങ്കിലുമൊക്കെ കാണുക. ഇത് തന്നെയാണ് ഇന്നത്തെ ഫുള്ള് ദിവസം. അതുകൊണ്ട് കൂടുതലും ഫുഡൊക്കെ ആയിട്ട് നമ്മളെ വ്ളോഗിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. കുറച്ചേരം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് വിശക്കാൻ തുടങ്ങി. വീണ്ടും നമ്മൾ ആ മോസ്ലി പാലിൽ കലക്കി കുടിച്ച്. ഈ മോസ്ലി ഇന്ന് വാങ്ങിയതാണെങ്കിൽ സാധനം ഇന്നത്തെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് 4 നേരം ഇത് തന്നെയാണ്, കഞ്ഞിക്ക് പകരം ഇത് കുടിച്ചില്ലേനി ഫുള്ള്. വൈകുന്നേരം ആയപ്പത്തിന് പിന്നെ കട്ടൻ ചായയും ചക്ക വറുത്തതും ഉണ്ടേനി. അപ്പൊ നമ്മൾ അതും കൂടെ കഴിച്ച് പിന്നെ നമ്മൾ എടുത്ത വീഡിയോസ് ഒക്കെ ഞാൻ അങ്ങനെ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യേനി. അപ്പൊ ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ടു കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.